പ്രതിദിന പ്രതിപാദ്യം. ബ്രിട്ടനിൽ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥയിൽ. ബ്രിട്ടനിൽ തീവ്രപക്ഷ ഗ്രൂപ്പുകൾ നടത്തിയ കലാപം മുസ്ലിംകൾക്കിടയിൽ വ്യാപകമായ ഭീതി ഉണ്ടാക്കി. സർവേയിൽ പങ്കെടുത്ത മുസ്ലിങ്ങളിൽ 92% പേരും സുരക്ഷിതത്വത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. ജൂലൈ 29-ന് നൃത്ത പരിപാടിയിൽ 17-കാരൻ 3 പെൺകുട്ടികളെ കുത്തിക്കൊന്നിരുന്നു. കൊലയാളി കുടിയേറ്റ മുസ്ലിമാണെന്ന് വ്യാജ പ്രചരണം നടത്തി ജനങ്ങളിൽ മുസ്ലിം വിദ്വേഷം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നിരുന്നു. കുറ്റവാളി മുസ്ലിം അല്ലെന്നും ബ്രിട്ടീഷ് വംശജനാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയ ശേഷവും വ്യാജ പ്രചരണം തുടർന്നുകൊണ്ടിരുന്നു. മുസ്ലിം വിമൻസ് നെറ്റ്വർക്ക് ചൂണ്ടിക്കാട്ടി കലാപനാളുകളിൽ മുസ്ലിം വംശരായവർ വംശീയ ആക്രമണങ്ങൾക്ക് വിധേയമായതായി സർവേ പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ ഞങ്ങളെ അവർ സംശയിക്കുകയാണ്. കലാപത്തിൽ പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടിനെ കുറിച്ചും സർവേയിൽ പങ്കെടുത്തവർ വിമർശനങ്ങൾ ഉന്നയിച്ചു. ആക്രമണകാരികളിൽ നിന്നും രക്ഷ നേടാൻ ലിവർപൂളിലെ അബ്ദുള്ള ഖില്യം മസ്ജിദിൽ അഭയം തേടേണ്ടി വന്നു. വംശീയ ആക്രമണങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ടെൽമാമയും കലാപത്തെ തുടർന്ന് ബ്രിട്ടനിൽ ഇസ്ലാമോഫോബിയ വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്തു. മുസ്ലിംകൾക്കും മുസ്ലിം സ്ത്രീകൾക്കും എതിരെ വധഭീഷണി ഉൾപ്പെടെ 500ഓളം ഓൺലൈൻ ഓഫ്ലൈൻ ഭീഷണികൾ ഈ കാലയളവിൽ ലഭിച്ചതായി പറയുന്നു. ക്രൂരമായ ഇസ്ലാമോഫോബിയ ആക്രമണങ്ങൾക്ക് നിരവധി മുസ്ലിം സ്ത്രീകൾ ഇരയായതായും റിപ്പോർട്ടുണ്ട്. വഴിയിൽ വളവുകൾ ഉണ്ടെന്നതിനാൽ വഴി അവസാനിക്കുന്നില്ല. ഉന്നത ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര വളവുകളും തിരിവുകളും ഗർത്തങ്ങളും നിറഞ്ഞതായിരിക്കും. അങ്ങനെ തന്നെയാണ് ഇസ്ലാം വളർന്നതും നിലനിൽക്കുന്നതും. ആർക്കും ആരെയും പൂർണ്ണമായി സംരക്ഷിക്കാനോ സഹായിക്കാനോ സാധിക്കണമെന്നില്ല. പക്ഷേ ചില സംരക്ഷണ വഴികൾക്ക് തുടക്കം കുറിക്കാൻ എല്ലാവർക്കും കഴിയും. പരാജയപ്പെട്ട് പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാത്ത മനസ്സ് ഒരു വിജയിയുടെ പ്രവിയാണ്. റബ്ബ് തുണക്കട്ടെ. ലോകത്താകമാനം സമാധാനം നിലനിർത്തി പല രാജ്യങ്ങളിലും ശത്രുക്കൾ തേടിപ്പിടിച്ചു കൊന്നൊടുക്കുന്ന മനുഷ്യമക്കൾക്ക് അഭയം നൽകി. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നൽകി. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി സമാധാനം നൽകി. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.